മായക്കണ്ണൻ മാജിക്കുകാരനാണോ? ഒരമ്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ മാജിക് കാണിച്ചു. വേഗം കേൾക്കാട്ടോ ഈ അനുഭവം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം, ജയ് ശ്രീരാധേ. സാർ, ഇന്ന് നമുക്ക് നമ്മുടെ മായക്കണ്ണൻ ഒരു വിദ്യ കാട്ടി തന്നുട്ടോ. ഇന്ന് എനിക്ക് വലിയൊരു ചിട്ടി ഉണ്ടായിരുന്നേ. കഴിഞ്ഞ മാസം വിളിക്കാൻ പോയിട്ട് സാധിച്ചില്ല. 2,20,000 രൂപ കുറച്ച് വേറൊരാൾ വിളിച്ചു. ഇന്ന് രണ്ടാമത്തെ ചിട്ടിയാണ് കേട്ടോ ഞാൻ വിളിക്കാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിലെ കണ്ണന്മാരോട് പറഞ്ഞു, എന്ത് മായ കാട്ടിയാലും ഒത്തിരി കുറയാതെ വിളിക്കാൻ പറ്റണേ എന്ന്. നമ്മുടെ ഗ്രൂപ്പിലും എല്ലാവരോടും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. പോകുന്ന വഴിക്ക് അടുത്തുള്ള ക്ഷേത്രത്തിലെ കണ്ണനോട് പറഞ്ഞു എൻ്റെ കൂടെ വരണമെന്ന്. അവിടെ ചിട്ടി വിളിക്കാൻ എന്നെ കൂടാതെ 2 ആളുകളുണ്ടായിരുന്നു. ബാക്കി 6 പേര് ഓൺലൈനിലും. കൂടെ ഉണ്ടായ ചേച്ചിയോട് കാര്യം പറഞ്ഞു. വിളിച്ചു കുറയ്ക്കാതെ എനിക്ക് തരുമോ, എൻ്റെ മകളുടെ കല്യാണത്തിനുള്ളതാണ് എന്ന്. അവരൊന്നും പറഞ്ഞില്ല. വിളി തുടങ്ങി. 1,85,000 ആയപ്പോൾ എല്ലാവരും നിർത്തി. ഞാൻ 1000 കൂടി വിളിച്ചുട്ടോ. അപ്പോൾ കണ്ണൻ ഒരു മായ കാട്ടി. ഓൺലൈൻ കട്ടായി. നെറ്റ് കിട്ടാതെ ആയിട്ടോ. 3:25 ആയപ്പോൾ ചിട്ടി എനിക്ക് ഉറപ്പിച്ചു. അതേ നിമിഷം നെറ്റ് ഓണായി. ആളുകൾ വിളിച്ചു തുടങ്ങി. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, ചിട്ടി ഉറപ്പിച്ചല്ലോ, സമയം അറിയില്ലേ, ഇതുവരെ എവിടെയായിരുന്നു എന്ന്. അവിടെ അവരുടെ മറുപടി എന്നെ ഞെട്ടിച്ചു. 3:12 കഴിഞ്ഞപ്പോൾ മുതൽ ലൈനിൽ വരാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ശരിയായി എന്ന്. കൃഷ്ണ, ഞാൻ അവിടെ ഇരുന്ന് കണ്ണനെ വിളിച്ചതും എല്ലാവരും പ്രാർത്ഥിച്ചതും കണ്ണൻ മായ കാട്ടിത്തന്ന് എന്നെ രക്ഷിച്ചു. ഇത് മറ്റുള്ളവർക്ക് നിസ്സാരമായിട്ട് തോന്നുമായിരിക്കും കേട്ടോ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കണ്ണൻ്റെ ജാലവിദ്യയാണ് എന്ന്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം, ഹരി മാത്രം ശരണം. എന്താ പറയേണ്ടതെന്ന് അറിയില്ലല്ലേ. മനോഹര അനുഭവം. അമ്മയുടെ പേര് പറയുന്നില്ല, പേര് പറയണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. നമ്മൾ കൃഷ്ണവിഗ്രഹങ്ങൾ സമ്മാനം നൽകുന്നുണ്ട്. ഹരേ കൃഷ്ണ.